Welcome to Commerce Tutorial with Dr. Ronnie Jane Raju. ഓഫർ നമ്മൾ വളരെ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഓഫർ എന്ന് പറയുന്നത് അല്ലേ. നമ്മളെപ്പോഴും നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതൊരു എഗ്രിമെൻറ്റും ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഓഫർ ഉണ്ടാകണം. ആ കൊടുക്കുന്ന ഓഫറിനെ എതിർ പാർട്ടി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് പറയുമ്പോൾ മറ്റൊരു വ്യക്തി ആ വില്ലിങ്നെസ്സിനെ സ്വീകരിക്കുമ്പോഴാണ്, ആ വില്ലിങ്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. We know that as a contract is an agreement which is enforceable by law. So the first step to form a contract is to create an agreement. എഗ്രിമെൻ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രണ്ട് വ്യക്തികൾ ചേർന്ന് അതിൽ ഒരു വ്യക്തി ഒരു ഓഫർ കൊടുക്കുകയും മറ്റൊരു വ്യക്തി ആ കൊടുത്തിരിക്കുന്ന ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. അപ്പം കോൺട്രാക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു എഗ്രിമെൻ്റ് വേണം. എഗ്രിമെൻ്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഓഫർ വേണം. ആ ഓഫറിനെയാണ് മറ്റൊരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഓഫർ വേണം, ഒരു അക്സെപ്റ്റൻസ് വേണം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓഫർ നമുക്ക് എന്തുമാകാം അല്ലേ. സപ്പോസ് സംടൈംസ് നമ്മൾക്ക് അതിന് ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് അറിയിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഓഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആസ്ക് ബി ദാറ്റ് വിൽ യു പർച്ചേസ് മൈ കാർ ഫോർ ₹10,000. എൻ്റെ കാർ 10,000 രൂപയ്ക്ക് നീ മേടിക്കാമോ എന്ന് ചോദിക്കുന്നത് എന്താണ്? ഒരു ഓഫറാണ്. അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുള്ള വീട്, അല്ലെങ്കിൽ നിൻ്റെ വീട് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നത് അത് ഓഫറാണ്. ആ ഓഫറിനെ എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? തരാം എന്ന് പറയുമ്പോഴാണ് അതിന് അക്സെപ്റ്റൻസ് ആകുന്നത്. അപ്പോഴാണ് അത് ഒരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പം ഒരു കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഫർ കൊടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വാട്ട് ഓഫർ. ഓഫർ എന്ന് പറയുന്നത്, ഓഫർ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ലോയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഇംഗ്ലീഷ് ലോയിലാണ് ഓഫർ എന്ന പദം ഉപയോഗിക്കുന്നത്. ബട്ട് വെൻ വി കംസ് ഇൻ ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വി യൂസ് ദ വേർഡ് പ്രപ്പോസൽ. ഓഫറും ഉണ്ട്, പ്രപ്പോസലും ഉണ്ട്. അപ്പം ഓഫർ ഓർ പ്രപ്പോസൽ ക്യാൻ ബി യൂസ് സൈമിൾട്ടേനിയസ്ലി. നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രപ്പോസൽ എന്ന വാക്കാണ്. അപ്പം ഓഫർ കൊടുക്കുന്നു. നമുക്കിനി നോക്കാം, രണ്ട് പുതിയ ടേംസ് ഉണ്ട്. ഒന്ന് ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ എന്ന് പറയുക, രണ്ട് ഓഫറി എന്ന് പറയുക. ഓഫറർ എന്ന് പറഞ്ഞാൽ ആരാണോ ഓഫർ കൊടുക്കുന്ന വ്യക്തി, ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ആൻ ഓഫറർ. ആർക്കാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഓഫർ ആരാണോ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അവരെ നമുക്ക് ഓഫറി എന്ന് വിളിക്കാം. That means, in simple, the person who making the proposal, the person who making the offer is called the offerer, and the person who making the person who is accepting the offer is called offering. ഓഫർ ഉണ്ടാക്കുന്ന വ്യക്തിയെ ഓഫറർ എന്നും ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ ഓഫറി എന്നും നമുക്ക് വിളിക്കാം. സോ രണ്ട് ടേംസ് പഠിച്ചു. ഓഫറർ ആരാണ്, ഓഫറി ആരാണ്. And normally this type of proposals is made, or this type of offer is made to get the assent of the other, to get the consent of the other to whom that proposal is made. ഓഫറിക്ക് ഇങ്ങനൊരു ഓഫർ കൊടുക്കുമ്പോൾ ഓഫറുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം ഓഫറുകൾ അയാൾ കൊടുക്കുന്നത്. ഈ ഓഫർ കേൾക്കുന്ന വ്യക്തിയായ ഓഫറി ഈ പറഞ്ഞ ഓഫറർ നൽകിയ ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ എന്തുണ്ടാകുന്നത്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. സോ ഇതാണ് ഓഫറർ, ഓഫറിങ്. സോ നമ്മൾ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് the definition of an offer which is given in the Indian Contract Act. Indian Contract ആക്ടിൻ്റെ സെക്ഷനിൽ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? സോ നമുക്കറിയാം, നിങ്ങൾക്ക് ഇത്ര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, ബട്ട് യു ഹാവ് ടു ലേൺ ഇറ്റ്. And this definition is given in section 2 of subsection A of Indian Contract Act. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ എയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. The definition is, when one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of the other to such act or abstinence, he is said to make a proposal. So sometimes നമുക്ക് ഇത്ര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, but you have to learn it. So whatever it is, you have to by heart it. കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. So this is what
which is defined in Indian Contract Act. That means when one person signifies to another, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നു. എന്താണ് പറയുന്നത്? അയാളുടെ വില്ലിങ്നെസ്സിനെ, അയാളുടെ താല്പര്യത്തെ. എന്തിനുള്ള താല്പര്യം? ഏതോ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യം, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള അയാളുടെ താല്പര്യം. അതാണ് പറഞ്ഞത്. when one person signifies to another his willingness to do or abstain from doing anything, എന്തോ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനുള്ള അയാളുടെ താല്പര്യത്തെ മറ്റൊരു വ്യക്തിയോട് പറയുന്നു. എന്തിനു വേണ്ടി? വിത്ത് വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെന്റ് ഓഫ് ദി അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ്. ആ പറഞ്ഞ കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനുമുള്ള മറ്റേ വ്യക്തിയുടെ സമ്മതം മേടിക്കാൻ വേണ്ടിയാണ് അയാൾ ഈ കാര്യം അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രപ്പോസൽ ഓർ ഓഫർ. That means when one person signifies to another, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നു എന്ത്? his willingness to do or abstain from doing anything, അയാളുടെ താല്പര്യം എന്തോ ഒരു കാര്യം ചെയ്യാനോ. that means his willingness to do, എന്തോ ഒരു കാര്യം ചെയ്യാൻ. അല്ല എങ്കിൽ or his willingness or abstain from doing anything, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ. ഇനിയും എന്തിനാണ് അറിയിക്കുന്നത്? വിത്ത് വ്യൂ ടു ഒബ്റ്റെയിൻ ദി അസെന്റ് ഓഫ് ദി അതർ, മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ. ആ കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള, അല്ലെങ്കിൽ ചെയ്യാനോ ചെയ്യാതിരിക്കാനുമുള്ള മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്രപ്പോസൽ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഓഫർ. സോ ദിസ് ഇസ് വാട്ട് which is defined in the Indian Contract Act. Okay, see, normally the offer, how the offer can be made, this is a question. എങ്ങനെയാണ് ഓഫർ കൊടുക്കാൻ സാധിക്കുന്നത്? an offer can be made either express or implied. Express means it can be, the terms of the contract is expressed in oral or written. സംസാരത്താലോ വാക്കാലോ എഴുത്തി റിട്ടണിലൂടെയാണോ അയാളുടെ ടേംസ് ഓഫ് കോൺട്രാക്ട് ഓഫർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ വില്ലിങ്നെസ് മറ്റേ വ്യക്തി ഓഫറർ അയാളുടെ ഓഫർ കൊടുക്കുന്നെങ്കിൽ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്രസ് ഓഫർ. എന്നാൽ പ്രവൃത്തിയിലൂടെ കൂടെയാണ് ആ ഓഫർ കൊടുക്കുന്നതെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ഇംപ്ലൈഡ് ഓഫർ. ദിസ് ഈസ് വാട്ട് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഓഫർ. എക്സ്പ്രസ് മീൻസ് വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ആണെങ്കിൽ അത് എക്സ്പ്രസ്, ആക്ട് ഓർ കോണ്ടാക്ട് ആണെങ്കിൽ അത് റിട്ടൺ. സോ ദിസ് ഈസ് അബൌട്ട് ഓഫർ. So next we are looking about what are the essential elements of a offer. ചുമ്മാ ഒരു വ്യക്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഓഫർ ആകത്തില്ല. ഓഫർ ആകണമെങ്കിൽ ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓഫർ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന രീതിയിലുള്ള ഓഫർ ആകണമെങ്കിൽ there are some essential to that willingness. ആ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റുകളുണ്ട്. ആ എസെൻഷ്യൽ എലമെൻറ്റുകൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്തായി മാറത്തുള്ളൂ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഓഫറായിട്ട് മാറത്തുള്ളൂ. Now we are looking into what are the essential elements of an offer. The first essential element is the terms of an offer must be clear and certain and capable of being it's capable of being made certain. That means simply the terms of the offer must be clear and certain. So ഒരു വില്ലിങ്നെസ്, ഒരു വ്യക്തി അയാളുടെ താല്പര്യം മറ്റൊരു വ്യക്തിയോട് പറയുന്നു. ആ പറയുന്ന കാര്യം ഓഫർ ആകണമെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വേണം പറയാൻ. ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ സർട്ടൈൻ ആയിട്ട് വേണം പറയാൻ. ദി ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ്, ഇറ്റ് മസ്റ്റ് ബി സർട്ടൈൻ, ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാകണം? ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറയണം, വളരെ സർട്ടൈൻ ആയിട്ടുള്ള കാര്യമായി ബന്ധപ്പെട്ട സർട്ടൈൻ ആയിരിക്കണം, ക്ലിയർ ആയിട്ട് പറയണം. അതൊരിക്കലും ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടോ ഒരു വേഗമായിട്ട് രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അത് മറ്റേ വ്യക്തിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതെന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിന് വേഗമായിട്ട് നമ്മൾ പറയുകയാണ്, അവ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും അവർ തമ്മിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യത്തില്ല. അതാണ് പറഞ്ഞത്, ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ദാറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ മസ്റ്റ് ബി ഡെഫിനിറ്റ്, ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സർട്ടൈൻ. It should not be indefinite, it should not be loose, or it should not be vague. Because if it is vague or if it is indefinite, it will not create any relationship between the parties. അതാണ് ഒന്നാമത്തെ എസെൻഷ്യൽ എലമെന്റ്. കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് വേണം പറയാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിയോട് പറയുകയാണ്, ഞാൻ നിനക്ക് 100 tons ഓഫ് ഓയിൽ തരാമെന്ന് പറയുകയാണ്. പക്ഷേ ഒരിക്കലും ബി പറയുന്നില്ല, എ ബിയോട് പറയുന്നു. പക്ഷേ എ ഓയിൽ എന്ന് പറയുമ്പോൾ എന്താകാം? കോക്കനട്ട് ഓയിലാകാം, എന്തും ഓയിലാകാം അല്ലേ? പല ടൈപ്പ് ഓയിൽസ് ഉണ്ട്, സൺഫ്ലവർ ഓയിലാകാം. പക്ഷേ എന്ത് ഓയിലാണ് തരുന്നെന്ന് പറയുന്നില്ല.
അവിടെ നോക്കിക്ക് ടേംസ് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഓയിൽ തരാമെന്നേ പറഞ്ഞുള്ളൂ. ദാറ്റ് ഓയിൽ ക്യാൻ ബി എനിത്തിങ്, എന്ത് ഓയിലും ആകാം അല്ലേ. പക്ഷെ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് അതെന്താവത്തില്ല, ആ എസെൻഷ്യൽ എലമെൻറ്റ് ഫുൾഫിൽ ചെയ്യത്തില്ല. അതെന്തായി മാറത്തില്ല, ഒരു കോൺട്രാക്റ്റ് ആയിട്ട്, അതൊരു ഓഫറായിട്ട്, വാലിഡ് ഓഫറായിട്ട് മാറത്തില്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം, വളരെ സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ വളരെ ഡെഫിനറ്റ് ആയിട്ട് പറയണം. ചുമ്മാ അവ്യക്തമായിട്ടൊന്നും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കരുത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇത്രേ ഉള്ളൂ. ഇത് ആകണമെങ്കിൽ വോയിഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻപോസിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. വളരെ ക്ലിയർ ആയിട്ട് വേണം കാര്യങ്ങൾ പറയാം. This is the first essential element. So when we comes into the second one is the offer must be communicated to the offering. എൻ്റെ ഉള്ളിൽ എനിക്കൊരു താല്പര്യമുണ്ട്, ഒരു കാര്യം വേണം, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ വണ്ടി വേണം, താല്പര്യമുണ്ട്, എനിക്ക് മേടിക്കാൻ ആഗ്രഹവുമുണ്ട്, ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓഫർ ആകണമെങ്കിൽ അത് ഓഫറിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഓഫർ വിൽ ബി എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി. എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓഫർ ആകണമെങ്കിൽ, നിയമസാധ്യത കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പരിധിയിലുള്ള ഓഫറായി മാറണമെങ്കിൽ ആ ഓഫറിനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഇറ്റ് കനോട്ട് ബി നോൺ വെദർ ദി പാർട്ടീസ് ആർ ഓഫ് ദ സെയിം മണ്ട് until an offer is made to the offeree. He does not know what he has to accept. തുറന്നു പറയാതെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് കിട്ടുമോ? ഇല്ലേ? ഇല്ല. തുറന്നു പറയാതെ ഓഫറിക്ക് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് ഓഫറിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദ ഓഫർ യു ഷുഡ് ഹാവ് ദി നോളേജ് അബൌട്ട് ദി ഓഫർ. ഈ ഓഫറിനെ കുറിച്ചിട്ടുള്ള വിവരം ആർക്ക് ലഭിക്കത്തുള്ളൂ? ഓഫറിക്ക് ലഭിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അവർ തമ്മിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് രണ്ടാമത്തെ എസെൻഷ്യൽ എലമെൻറ്റ്. ഓഫറർ എന്ത് ചെയ്തിരിക്കണം? ഓഫറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദ ഓഫറർ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഓഫർ ടു ദി ഓഫറി. So this is about the second essential element. So when we come into the third one is the offer must be made with an intention of creating legal obligation. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ സോഷ്യൽ എഗ്രിമെൻറ്റുകൾ കാണും. ഡിന്നറിന് വിളിച്ചു, അവൻ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു, ഫുഡ് നൽകിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ലീഗൽ ഒബ്ലിഗേഷൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണം ഇവർ ഓഫർ കൊടുക്കാൻ. The most important characteristics of a valid offer is that it must create a legal obligation among the parties. ഓഫർ എന്ത് ചെയ്തിരിക്കണം? പാർട്ടീസ് തമ്മിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പം അല്ലെങ്കിൽ അത് ഒരിക്കലും കോടതിയുടെ മുൻപ് ഒരു വാലിഡ് ഓഫറായിട്ട് മാറത്തില്ല. അതൊരിക്കലും ഒരു എഗ്രിമെൻ്റ് ആയിട്ട്, കാരണം നമുക്കറിയാം ഒരു എഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി കിട്ടുവാണെങ്കിൽ മാത്രമേ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ. എൻഫോഴ്സിബിലിറ്റി കിട്ടണമെങ്കിൽ അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാകണം. ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാത്തത് ഒരിക്കലും കോടതിയുടെ കണ്ണിൽ ഓഫറായിട്ട് മാറത്തില്ല. An offer to perform a social act or invitation to a social affairs, ലൈക്ക് ഒരു കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ അവനെന്നെ ഇന്ന പരിപാടിക്ക് വിളിച്ചില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അതൊരു ഓഫർ, അവൻ എനിക്ക് നൽകാൻ ഓഫർ നൽകിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. നിയമസാധ്യതയുള്ള അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണം ഓഫർ കൊടുക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പരിധിയിലുള്ള ഓഫറായിട്ട് മാറത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, A invited B to dinner at his house on a particular day. When B went to A's house on that day for the dinner, A was not available in the house and the dinner was not ready. In such a case, B could not enforce it or to claim any compensation for expenses incurred by him or inconvenience caused to him by A, because A's invitation to dinner is not creating any legal obligation. ഡിന്നറിന് വിളിച്ചു, ചെന്നു, ആളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുക കോടതി സമീപിക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് എ ലീഗൽ ഒബ്ലിഗേഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് എ സോഷ്യൽ കോൺട്രാക്ട്. സോ ഇതാണ് ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ആ കൊടുക്കുന്ന വില്ലിങ്നെസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പരിധിയിലുള്ള വാലിഡ് ഓഫറായിട്ട് മാറത്തുള്ളൂ. ദിസ് ഈസ് അബൌട്ട് ദി തേർഡ് ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ എലമെൻറ്റ്. The fourth essential element is that invitation to an offer is not an offer. അപ്പം രണ്ട് ടേംസ് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ വാക്കെന്നെ ഉണ്ട്. ഓഫർ എന്ന് പറയുമ്പോൾ അത് സംടൈംസ് ചില കാര്യങ്ങൾ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ആകാം. നമ്മൾ പറഞ്ഞു നമ്മുടെ വില്ലിങ്നെസ് അറിയിക്കുന്നത് ഓഫർ എന്ന് പറയുന്നത്. ബട്ട് സം തിങ്സ് വിച്ച് ആസ് കൺസിഡർഡ് ആസ് ആൻ ആക്ച്വൽ ഓഫർ, അതിന് ഓഫർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഓഫറിനുള്ള ഇൻവിറ്റേഷൻ എന്ന് പറയാം. ഇൻവിറ്റേഷൻ ടു ഓഫർ ഒരിക്കലും എന്താകത്തില്ല? ഓഫർ ആകത്തില്ല.
അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കൊട്ടേഷൻ കൊടുക്കുക. ഒരു വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തത് ഓഫർ കൊടുക്കുന്നതല്ല, ഓഫറിനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുക. അത് കൊട്ടേഷൻ കൊടുക്കുക ഇൻവിറ്റേഷൻ ടു ഒരു ഓഫറാണ്. ആ കൊട്ടേഷൻ സ്വീകരിക്കുന്ന വ്യക്തി അതിൽ സംതൃപ്തനാണെങ്കിൽ അയാൾ അപ്പോഴാണ് ഓഫർ അങ്ങോട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ കാറ്റലോഗ് നമ്മൾ മേടിച്ച് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് ആ കടക്കാരൻ നമുക്ക് നൽകുന്ന ഓഫറല്ല. കടക്കാരൻ നമുക്ക് ഓഫർ ചെയ്യാൻ നമുക്ക് നൽകുന്ന ഇൻവിറ്റേഷനാണ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഇതെല്ലാം എന്തല്ല, ഓഫറല്ല. ദേ ആർ ഓൾ കൺസിഡർഡ് ആസ് എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. എന്തൊക്കെയാണ് ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ എന്ന് പറഞ്ഞാൽ? എക്സാമ്പിൾസ്: കൊട്ടേഷൻസ്, കാറ്റലോഗ് ഓഫ് ഗുഡ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, പ്രോസ്പെക്ടസ്. കൊട്ടേഷനുകൾ, ഗുഡ്സിൻ്റെ കാറ്റലോഗുകൾ, അഡ്വർടൈസ്മെൻറ്റ്സുകൾ, പ്രോസ്പെക്ടസുകൾ, കമ്പനിയുടെ പ്രോസ്പെക്ടസ്, ഇതൊന്നും ആക്ച്വൽ ഓഫർ അല്ല. ദേ ആർ കൺസിഡർഡ് ആസ് എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ ഒരിക്കലും ഓഫർ ആകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ, there is no intention on the part of the person who is sending out the invitation to obtain the assent of the other. നമ്മൾ ഓഫറിൻ്റെ ഫസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞത് വില്ലിങ്നെസ് അറിയിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞത് മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ വില്ലിങ്നെസ് അറിയിക്കുന്നത് എതിർ നിൽക്കുന്ന ഓഫറിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആർക്ക് വേണമെങ്കിലും മേടിച്ച് നോക്കാം, ഒരു ഗുഡ്സിൻ്റെ കാറ്റലോഗ് ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം, ഒരു കൊട്ടേഷൻസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇതൊക്കെ വായിച്ചു നോക്കുക. ഗുഡ്സിൻ്റെ കാറ്റലോഗ് വായിച്ചു നോക്കുന്നവർ, പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുന്നവർ, ഇവരൊരിക്കലും മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടണം എന്ന് അതിയായി ആഗ്രഹിച്ച് ചെയ്യുന്നവരല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ അതെന്തായി മാറത്തില്ല, ഓഫറായി മാറത്തില്ല. ദേ ആർ കൺസിഡർഡ് ആസ് ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. ഏതൊക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? കൊട്ടേഷൻസ്, ഗുഡ്സിൻ്റെ കാറ്റലോഗുകൾ, അഡ്വർടൈസ്മെൻറ്റ്സുകൾ, പ്രോസ്പെക്ടസ്. ദേ ആർ നോട്ട് ആക്ച്വൽ ഓഫർ. ദേ ആർ കൺസിഡർഡ് ആസ് എൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. ബിക്കോസ് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഒരിക്കലും ഓഫർ ആകത്തില്ല. ബിക്കോസ് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ഗിവിംഗ് ദ ഇൻവിറ്റേഷൻ ടു ഒബ്റ്റെയിൻ ദി അസെന്റ് ഓഫ് ദി അതർ. അസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം, കൺസെൻറ്റ്. മറ്റേ വ്യക്തിയുടെ കൺസെൻറ്റ് കിട്ടണമെന്ന് അയാൾക്ക് യാതൊരു നിർബന്ധവുമില്ല. അതിനുവേണ്ടിയല്ല അയാൾ ആ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ എന്തായി മാറത്തില്ല, ഓഫറായിട്ട് മാറത്തില്ല. ദിസ് ഈസ് അബൌട്ട് ദി ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ എലിമെൻറ്റ്. ദ ഫിഫ്ത്ത് വൺ, ഓഫറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റ്. സ്പെഷ്യൽ ടേംസ് അറ്റാച്ച്ഡ് ടു എൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ്. ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടേംസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ടേംസ് എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പറായിട്ട് ഓഫറിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ്, അതർവൈസ് ദി ഓഫർ വിൽ നോട്ട് ബൗണ്ട് ബൈ ദം. ആ സ്പെഷ്യൽ ടേംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരിക്കലും അയാൾക്ക് അത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധം പറയാൻ പറ്റത്തില്ല. That means when a special term have to be, if there is any special terms which is included in the contract, it is a responsibility of the offerer to communicate the special terms to the offeree. Otherwise, the offeree is not bound to do it. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക പോയിന്റുകൾ ഉണ്ടെങ്കിൽ, ചില പ്രത്യേകമായി എന്തെങ്കിലും കണ്ടീഷൻസോ ടേംസോ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഓഫർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരറിഞ്ഞിട്ടില്ലല്ലോ. ഓഫർ എപ്പോൾ മാത്രം ചെയ്താൽ മതി, ആ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മതി. അത് ഓഫറിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ കാര്യം ചെയ്താൽ മതി. പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചില ടിക്കറ്റിൻ്റെ ഒക്കെ പുറകെ നമുക്ക് ചില കാര്യങ്ങളുടെ ഒക്കെ പുറകിൽ അല്ലെങ്കിൽ PGO പ്ലേസ് ടേൺ ഓവർന്നോ ബാക്ക് എന്നൊക്കെ കാണാം. അപ്പോൾ അവിടെ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഇത് മേടിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് ഇത് തിരിഞ്ഞു നോക്കി വായിച്ചു നോക്കുക എന്നുള്ളത്. ഇത് വായിച്ചു നോക്കാതെ എനിക്കിത് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വായിച്ചു നോക്കി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ ടേംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യതയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാൻ ബാധ്യത അവർക്ക് കാണത്തില്ല. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഓഫർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ഓഫർ ആകാം, അല്ലെങ്കിൽ ഒരു ജനറൽ ഓഫർ ആകാം. സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ഓഫറാണെങ്കിൽ അത് സ്പെസിഫിക് ഓഫറാണ്. ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സൺ, ഇപ്പോൾ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ, ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് കൊടുക്കുന്നു, അപ്പോൾ അത് സ്പെസിഫിക് ആണ്. സെക്കൻഡ് ഇയറിലെ കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്ത് ഓഫറാണ്? സ്പെസിഫിക് ഓഫറാണ്. എന്നാൽ ടു ദ എൻ്റർ വേൾഡ് ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഫറാണെങ്കിൽ എന്തായിരിക്കും? അത് ജനറൽ ഓഫറാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് വന്നിട്ട് പറയുകയാണ്, ഒരു ഇലക്ട്യൂഷൻ കോമ്പറ്റീഷൻ നടക്കുന്നു. ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ഇത് താല്പര്യമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വരണമെന്ന് പറയുക.
അത് ആർക്ക് കൊടുക്കുന്നത്? ഒന്നിൻ്റെ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതൊരു സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തിയെ പറഞ്ഞു, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആണ്. അതേസമയം പത്രത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു, എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു, പെറ്റ് പോയി, നഷ്ടപ്പെട്ടു പോയി, അത് കണ്ടു കിട്ടുന്നവർ എന്നെ സമീപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കിട്ടുന്ന ആർക്കുമാകാം, അത് ഇന്ന വ്യക്തികൾക്കല്ല, ആ പത്രം വായിക്കുന്ന ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാം. ടു ദ എൻ്റയർ വേൾഡ് ആണ്. എനി വൺ ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. ആര് കണ്ടുപിടിച്ച് കൊടുത്താലും ഈസ് ലൈബിൾ ടു എന്തെങ്കിലും കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് കൊടുക്കണം. ദിസ് ഈസ് വാട്ട് ഇറ്റ്സ് ജനറൽ ഓഫർ. ഓഫർ സ്പെസിഫിക് ആക്കാം അല്ലെങ്കിൽ ജനറൽ ആകാം. അതുപോലെ തന്നെ ഓഫർ എന്തുമാക്കാം? എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആക്കാം. എക്സ്പ്രസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓറലോ റിട്ടണോ ആയിട്ടാണ് പറയുന്നതെങ്കിൽ അത് എക്സ്പ്രസ് ആയിരിക്കും. ആക്ടർ കോൺടാക്റ്റിലൂടെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നതെങ്കിൽ അത് റിട്ടൺ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് എ റൈറ്റ് ടു ബി ദാറ്റ് ഹീ ഈസ് റെഡി ടു സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ ₹2 lakh. എങ്ങനെ കൊടുത്തത്? എഴുതിയാണ് കൊടുത്തത്. അതിപ്പോൾ ഏത് ഓഫറാണ്? എക്സ്പ്രസ് ഓഫർ. അതേസമയം ഇപ്പം നമ്മളിപ്പോൾ ബസ്സിന് നമ്മളിപ്പം ഒരു ടാക്സി കാർ പിടിക്കാൻ വേണ്ടി ഒരു ടാക്സി കാറിന് വേണ്ടി നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് പിടിച്ചു. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, അവർ പറഞ്ഞിരിക്കുന്ന ഫെയർ എത്ര ആണോ അത് നമ്മൾ കൊടുക്കാൻ ഒബ്ലിഗേഷനുണ്ട്. കാരണം നമ്മുടെ ആക്ടിലൂടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലായി നമ്മുടെ അയാളുടെ വണ്ടിയിൽ നമ്മൾ കയറും. അതൊരു എക്സ്പ്രസ് ഇംപ്ലൈഡായിട്ട് മനസ്സിലാവും, നമ്മുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാവുന്നതാണ്. അതാണ് ഇതെന്ന് പറയുന്നത് ഇംപ്ലൈഡ്. ഓറൽ ഓർ ഇംപ്ലൈഡ്. ടാക്സി കാർ കയറുന്നത് എന്താണ്? അതൊരു ഇംപ്ലൈഡാണ്. ഒന്നും ചോദ്യം പറച്ചിലൊന്നും കാണത്തില്ല. അവിടെ സ്ഥലം മാത്രമേ പറയത്തുള്ളൂ. എന്നെ കൊണ്ടുപോകാമോ എന്ന് അവിടെ ചോദിക്കത്തില്ല. ടാക്സി കയറുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും കൊണ്ടുപോകാനാണ്. മനസ്സിലായോ? ഇത് പ്രവൃത്തിയിലൂടെ മനസ്സിലാകുമെങ്കിൽ ഇത് ഇംപ്ലൈഡ്. 8th one is the offer must be made with an view to obtain the assent of the other. എപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് മറ്റൊരു വ്യക്തിയോട് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ്. ദി ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവിറ്റേഷൻ്റെ ഓഫർ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം മിയർ എക്സ്പ്രഷൻ ഓഫ് ഇൻറ്റൻഷൻ. ദറ്റ് മീൻസ് നമ്മൾ ഇൻവിറ്റേഷൻ്റെ ഓഫർ നമ്മളിതാ പറഞ്ഞത്. ഇൻവിറ്റേഷൻ്റെ ഓഫറിനകത്ത് മറ്റേ വ്യക്തിയുടെ അസെൻറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓഫർ ആകണമെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് വ്യൂ ടു ഒബ്റ്റെയിൻ ദി അസെൻറ്റ് ഓഫ് ദി അതർ. മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓഫർ നടക്കുന്നത്. ദ 9th one is ഓഫർ മേ ബി കണ്ടീഷണൽ. ചില സമയത്ത് ഓഫറിനകത്ത് കുറച്ച് കണ്ടീഷൻസ് വെക്കണമായിരിക്കും. ആ സമയത്ത് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമേ ഓഫർ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. കേട്ടോ? ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓഫർ വാലിഡ് ആയിട്ട് മാറത്തുള്ളൂ. സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഓഫർ. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ദി ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി സർട്ടൻ ആൻഡ് ക്ലിയർ. The offer must be communicated to the offeree. An offer must be made with an intention to create legal obligations. Invitation to an offer is not an offer. The special terms of an offer must be communicated. Offer